കിടപ്പ് പിശാച് ബാധിച്ചവരുണ്ട്. ചുമ്മാ കിടപ്പ്, തീറ്റയും കിടപ്പും തീറ്റയും കിടപ്പും തീറ്റയും കിടപ്പും, അലസ മനോഭാവം, ഒരു ജോലിയും കാര്യമായിട്ട് ചെയ്യില്ല, ഉത്തരവില്ല, ഉത്തരവാദിത്വമില്ല. ഇങ്ങനെയുള്ള പിശാച് കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബനാഥൻ എന്നുള്ള തലം തന്നെ നഷ്ടപ്പെടും. ഭാര്യ ജോലി ചെയ്ത് ഭർത്താവിനും മക്കൾക്കും ചെലവിന് കൊടുക്കേണ്ട സ്ഥിതിവിശേഷം വരും. ചിലപ്പോൾ അത് രോഗമായിരിക്കാം. സ്കിസോഫ്രീനിയ രോഗമുള്ളവർ ചുമ്മാ കിടക്കും, ചിരിക്കും, പിന്നെ ആരോടും ഇടപെടുകയില്ല, ചിലപ്പോൾ ദേഷ്യപ്പെടും. ഇങ്ങനെയുള്ള രോഗമുള്ളവരുണ്ട്. ഏതായാലും ചിലത് പലരും ഞാൻ കാണുന്നത് ഇതൊരു പൈശാചിക ബന്ധനവും കൂടിയായിട്ടാണ്. പിന്നെ തീഷ്ണതയോ തീവ്രതയോ ഇല്ല, ദൈവിക വിശ്വാസവും ഇല്ല. അപ്പോൾ ഒരു തീഷ്ണതയും തീവ്രതയും ദൈവവിശ്വാസവും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടാമെന്ന്, ഈ പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടണം. സ്കിസോഫ്രീനിയ പോലുള്ളതിനാണ് ഈ മരുന്നും കൂടെ കഴിക്കേണ്ടി വരും. കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. കിടപ്പ് പിശാചിൽ നിന്ന് ഇവനെ രക്ഷിക്കണമേ. ഇവൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയിൽ നിന്ന് മോചനം നൽകണമേ. കർത്താവ് ഈ രോഗത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ച് സുഖപ്പെടുത്തണമേ. പൈശാചികമായ തിന്മയിലേക്കുള്ള ചാച്ചിലിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. കിടപ്പ് രോഗമുള്ളവർ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കിടപ്പ് രോഗിയെ സുഖപ്പെടുത്തിയ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവെ ഈ കിടപ്പ് രോഗിയെ സുഖപ്പെടുത്തണമേ. പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം നൽകണമേ. ഇങ്ങനെ കിടപ്പ്, ചിരി, പിന്നെ ഉത്തരവില്ല, ഉത്തരവാദിത്വമുള്ളവരെ ഒരു ജീവിത പരിശീലനത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. കൗൺസിലിങ്ങിനും അതുപോലെ പ്രാർത്ഥനയ്ക്കും വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം. ഇങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തന്നാൽ വേണ്ട സഹായം ചെയ്യുന്നതാണ്. എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കാം. 9447465414. കിടപ്പ് രോഗികളെ സുഖപ്പെടുത്തണമേ. ഈ കിടപ്പ് പിശാചിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.